ഇതാകുമ്പോ ആക്സിഡന്റിൽ തീർന്നാണെന്നേ വിചാരിക്കൂ. കാര്യം ഒരു വെടിക്ക് 5-6 പക്ഷികളെ കിട്ടുന്ന കാര്യമാണ്. ശിവനും ഭൂതഗണങ്ങൾക്കും കുറെ നാളത്തേക്ക് കണ്ണീരും കൈയുമായി കഴിയുന്നത് കാണുകയും ചെയ്യാം. ഇതെവിടെയാ? ഉറങ്ങാനുള്ള സ്ഥലമൊക്കെ കിട്ടിയോ? ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ നിൽക്കുക. അതെങ്ങനെ കണ്ടുപിടിച്ചു? അത് പിന്നെ എനിക്ക് അറിയാൻ പാടില്ലേ? ഈ ഹോസ്പിറ്റലിന്റെ മുക്കും മൂലയെല്ലാം എനിക്കറിയാം. രേഷ്മ റെസ്റ്റ് എടുക്ക്, ഞാനിവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. ഓക്കെ, പിന്നെ സൂക്ഷിക്കണേ. എന്ത് സൂക്ഷിക്കാൻ? ഇത് നമ്മുടെ സ്വന്തം ഹോസ്പിറ്റലല്ലേ? ഹോസ്പിറ്റലിന്റെ പുറത്ത് പടിഞ്ഞാറേ ഗേറ്റിനടുത്ത് ഒരു മൂവാണ്ടമാവ് നിപ്പുണ്ട്. അതിന്റെ ചുവട്ടിൽ ഒരു നൈറ്റ് കടയുണ്ട്. ഞാൻ അവിടെ പോയി ഒരു ചായ കുടിക്കാൻ പോവാ. അല്ല, തനിക്ക് ചായ വേണോ? എനിക്ക് വേണ്ട. അല്ല, ഇതൊക്കെ എപ്പോ കണ്ടുപിടിച്ചു? അതൊക്കെ കണ്ടുപിടിച്ചു. എന്നാ പിന്നെ താൻ കിടന്നോ. ശിവനപ്പോ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടല്ലോ. അത് എനിക്ക് നല്ല പരിചയമുള്ള വണ്ടിയാണല്ലോ. ആണോ? എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? ആ, മഹേന്ദ്രൻ അങ്കിള്. ആൾക്ക് ജീവനുണ്ട്. നിന്റെ അപ്പന്റെ ആജന്മ ശത്രുവാണെന്നല്ലേ ഇയാളെ പറ്റി പറയുന്നത്. പാതി ചത്ത് കിടക്കുക. ബാക്കി പകുതി കൂടി കൊന്നാ ഈ ഒരു ചാപ്റ്റർ അങ്ങ് അവസാനിക്കും. എന്താ ഒരുകെ നോക്കുന്നോ? എനിക്കതിൽ വിരോധമൊന്നുമില്ല. അച്ഛൻ മരിച്ചാ തലക്കിലിരുന്ന് മകൻ കരയേണ്ടി വരില്ലേ? അതൊന്ന് കൺകുളിർക്ക കാണാൻ വേണ്ടി വേണമെങ്കിൽ ഇതിവിടെ അവസാനിപ്പിക്കാം. എനിക്ക് വേണ്ടി അവനോട് കുറെ വാദിച്ചിട്ടുള്ള മനുഷ്യനാ. അതിന്റെ ഒരു നന്ദി നമുക്കിങ്ങനെയൊക്കെയല്ലേ കാണിക്കാൻ പറ്റൂ. എന്നാ പിന്നെ നീ നിന്റെ അപ്പനെ വിളിച്ചൊന്ന് ചോദിക്കേ. ഇങ്ങനൊരു അവസരം വീണ് കിട്ടിയിട്ടുണ്ട്, ഒരാളും കണ്ടിട്ടുമില്ല. ഇവിടെ ഇട്ട് ഇയാളെ അങ്ങ് തീർക്കട്ടെ എന്നാ. ആ, എന്താടി മോളെ, പർച്ചേസിങ്ങിനൊക്കെ പോയിട്ട് നേരം കുറെ ആയല്ലോ. അപ്പാ, ഞങ്ങള് വരുന്ന വഴിക്ക് ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്ന ഒരു കാറ് കണ്ടു. നല്ല പരിചയമുള്ള വണ്ടിയാണല്ലോ എന്ന് പറഞ്ഞ് നോക്കിയപ്പോ ശിവന്റെ അച്ഛൻ മഹേന്ദ്രന്റെ വണ്ടിയാ. എന്നിട്ട് ആളിതിനകത്ത് ബോധം പോയി കിടപ്പുണ്ട്. അപ്പന്റെ ശത്രുവല്ലേ, എന്റെ ശത്രുവിന്റെ അച്ഛനും. അവന്റെ കണ്ണിൽ നിന്നും രണ്ടിറ്റ് കണ്ണീര് വീഴ്ത്താനുള്ള സമയോ. എന്താ വേണ്ടത്? ഇവിടെ ഇട്ട് ഇയാളങ്ങ് തീർക്കട്ടെ. ഇതാകുമ്പോ ആക്സിഡന്റിൽ തീർന്നാണെന്നേ വിചാരിക്കൂ.
കാര്യം ഒരു വെടിക്ക് 5-6 പക്ഷികളെ കിട്ടുന്ന കാര്യമാണ്. ശിവനും ഭൂതഗണങ്ങൾക്കും കുറെ നാളത്തേക്ക് കണ്ണീരും കൈയുമായി കഴിയുന്നത് കാണുകയും ചെയ്യാം. എന്നാലും അത് വേണ്ട മോളെ. നിങ്ങൾ അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്കൂ. പഴയ കൂട്ടുകാരനോടുള്ള സ്നേഹം ഇപ്പോഴും നിറഞ്ഞു പൊന്തുവാൻ തോന്നുന്നു. അതല്ലടി മോളെ, അവൻ ജീവിച്ചിരിക്കണം. എങ്കിലേ അച്ഛനും മകനും തമ്മിലുള്ള യുദ്ധം നമുക്ക് കാണാൻ പറ്റൂ. അച്ഛൻ മകനെ കൊന്നാലും മകൻ അച്ഛനെ കൊന്നാലും ശരി, നമുക്ക് സന്തോഷിച്ചാ പോരെ. ആ പിന്നെ നിന്റെയും ഡേവിസിന്റെ കല്യാണം അതും അവൻ കാണണം. അവൻ ജീവിച്ചിരുന്നാൽ നമുക്കവനെ കൊല്ലാതെ കൊല്ലാം, ഇഞ്ചിഞ്ചായി കൊല്ലാം. മോളെ, അപ്പ കിട്ടുന്ന ആനന്ദം പകുതി ചത്ത നിലയിൽ കിടക്കുന്ന അവന് ഇപ്പൊ കിട്ടുവോ? ഇല്ല. അതുകൊണ്ട് എത്രയും വേഗം അവനെ ഹോസ്പിറ്റലിൽ എത്തിക്ക്. എന്നിട്ട് എത്രയും വേഗം മോളും ഡേവിസും കൂടെ ഇങ്ങോട്ട് പോരെ. ആ ഓക്കെ. എന്താ അങ്കിൾ പറയുന്നത്? ഹോസ്പിറ്റലിലാക്കാൻ. വിഷുവിന് ആരെയാ കൂടുതൽ ഇഷ്ടം? ഭാര്യയാണോ? ഞാനിപ്പോ ഈ ഇരിപ്പിലങ്ങ് തട്ടിപ്പോയല്ലേ, എന്റെ ഹാർട്ട് നിനക്ക് വേണ്ടി മാത്രം ഇങ്ങനെ തുടിച്ചോണ്ടിരിക്കും.